മൈൻഡ് മോക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈഫ് സ്കിൽസ് ആണ്, ജീവിത നൈപുണികളാണ്. ലൈഫ് സ്കിൽസിനെ നമുക്ക് സോഷ്യൽ ഓർ ഇന്റർപേഴ്സണൽ സ്കിൽസ്, കൊഗ്നിറ്റീവ് ഓർ തിങ്കിങ് സ്കിൽസ്, ഇമോഷണൽ സ്കിൽസ് എന്നിങ്ങനെ തരംതിരിക്കാമെന്ന് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കി. സോഷ്യൽ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കില്ലിന്റെ ഭാഗമായി കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, IPR ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, എംപതി എന്നിവ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൊഗ്നിറ്റീവ് ആൻഡ് തിങ്കിങ് സ്കില്ലിന്റെ ഭാഗമായി പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, സെൽഫ് അവെയർനെസ് എന്നിവ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ ബാക്കിയുള്ളത് ഇമോഷണൽ സ്കിൽസ് ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റും ഇമോഷൻ മാനേജ്മെന്റുമാണ്. 10ാമത്തെ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആണ്, സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. 9ാമത്തെ സ്കില്ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനോടകം നമ്മൾ 8 സ്കില്ലുകൾ ഡിസ്കസ് ചെയ്തത്. ഈ 8 ലൈഫ് സ്കില്ലുകൾക്ക് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് കൊഗ്നിറ്റീവ് ആൻഡ് തിങ്കിങ് സ്കിൽസും അതുപോലെ തന്നെ സോഷ്യൽ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽസും. ഇനി ഇമോഷണൽ സ്കിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില സ്കില്ലുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള, ഇതുവരെ ഉള്ളതൊക്കെയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു കാലത്തിൽ നിത്യജീവിതത്തിൽ ഒന്നുകിലും നമ്മൾ സ്ട്രെസ്സിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ നമ്മൾ ഇമോഷൻ ഇഷ്യൂ അനുഭവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സ്കില്ലുകളും നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആണ്, സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ് ഒഴിവാക്കുന്നതിനെ പറ്റി സംസാരിക്കാത്തത്? സ്ട്രെസ് വേണ്ടതാണ്, ആവശ്യത്തിന് സ്ട്രെസ് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് അത്യാവശ്യം. ഒട്ടും സ്ട്രെസ് ഇല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല, നമ്മൾ തയ്യാറാവില്ല. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്നത് പോലെ പരീക്ഷാ സെന്ററിലെത്തിയിട്ടാണ് അവർ ആലോചിക്കുക ഇന്നെന്താ പരീക്ഷ. ചിലപ്പോൾ കൂട്ടുകാരോട് ചോദിക്കും ചെയ്യും, അല്ല ഇന്നിപ്പോ എന്താ പരീക്ഷ ബ്രോ എന്ന് ചോദിക്കും. എന്നാൽ ചില ആളുകൾ പരീക്ഷ എന്ന് കേട്ടാൽ സ്ട്രെസ് അടിക്കുന്നവരുണ്ട്. അതെ, അമിതമായാൽ പ്രശ്നം. ഇപ്പൊ സ്ട്രെസ് ആവശ്യത്തിന് വേണം, അമിതമാവാൻ പാടില്ല. അമിതമാകുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അല്ലെ? അപ്പോൾ എങ്ങനെയാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ടത്? 9ാമത്തെ സ്കില്ലിൽ അതാണ് നമ്മൾ നോക്കുന്നത്. അഥവാ ഇമോഷണൽ സ്കില്ലാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. ഇത് നമ്മുടെ വൈകാരിക പ്രകടനവുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സും അതുപോലെ നമ്മുടെ സ്ട്രെസ് ഒന്ന് അളന്നു നോക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഒന്ന് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. നമ്മുടെ സ്ട്രെസ്സിനെ, മാനസിക സംഘർഷത്തെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരിക. 2ാമത്തെ കാര്യം ബാലൻസ്ഡ് ലൈഫാണ്. ജീവിതം എന്ന് പറയുന്നത് കയറ്റവും ഇറക്കവും നടക്കുന്നത്, വിജയവും പരാജയവും നടക്കും, ലാഭവും നഷ്ടവും. എല്ലാവരുടെ ജീവിതത്തിലും ഇത് ഏറിയോ കുറഞ്ഞോ മാറി മറിഞ്ഞും വരാറുണ്ട്. ഇവിടെ തകർന്നു പോവാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ബാലൻസ്ഡ് ലൈഫ് ആവശ്യം. അതിന് ചില സ്കില്ലുകൾ ആവശ്യമുണ്ട്, ചില ടെക്നിക്കുകൾ പരിശീലിക്കേണ്ടത്. ഒരു ബാലൻസ്ഡ് ലൈഫിലേക്ക് എത്തുക എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. നമുക്കറിയാലോ, ശരീരവും മനസ്സും ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് മനസ്സിനെ ബാധിക്കും, മനസ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ശരീരത്തെയും ബാധിക്കും. അതുകൊണ്ട് ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. നമുക്കറിയാം, ഇന്നുള്ള മിക്ക ശാരീരിക അസുഖങ്ങളുടെയും പ്രധാന പ്രശ്നങ്ങളിലൊന്ന് സ്ട്രെസ്സാണ്. മനസ്സിന്റെ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ശരീരത്തിലുണ്ടാവുന്ന അസുഖങ്ങളെയാണ് നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കാറുള്ളത്. മനുഷ്യന്മാർക്ക് വരുന്ന അസുഖങ്ങളിൽ ഏകദേശം 80% ഇങ്ങനെ വരുന്നതാണ്. ഒരു ബാലൻസ്ഡ് ലൈഫ്, സ്ട്രെസ് കൺട്രോൾഡ് ആയിട്ടുള്ള ലൈഫ്, ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ്, ഒരു എൻജോയബിൾ ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അസുഖങ്ങൾ കുറവായിരിക്കും, മെഡിക്കൽ ബില്ല് കുറവായിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യം. സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ അതെനിക്ക് ധൈര്യമായിട്ട് പറയാം. ആൻഡ് ഓഫ് കോഴ്സ് ഇമോഷണൽ ഹെൽത്ത്. എപ്പോൾ ദേഷ്യം പിടിക്കണം, എപ്പോൾ സങ്കടപ്പെടണം, അതുപോലെ തന്നെ എപ്പോൾ പൊട്ടിത്തെറിക്കണം, എപ്പോൾ ചട്ടിയും കലോടുത്ത് എറിയണം, എപ്പം നമ്മൾ ഉൾവലിയണം, ഇതൊക്കെ ആളുകളുടെ വലിയ പ്രശ്നം. ഇതൊക്കെ
ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ കാരണം ഡിസ്റെഗുലേഷൻ, ഇമോഷണൽ ഹെൽത്ത് ഇല്ലാത്തത് കൊണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തത് കൊണ്ട്, വൈകാരിക പക്വത ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ വൈകാരിക പക്വതയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ ഇമോഷണൽ സ്കിൽസ് പഠിക്കുന്നതിൽ. അതിന്റെ ഭാഗമായിട്ട് ഈ മോഡ്യൂളിൽ സ്ട്രെസ് മാനേജ്മെന്റ്, അടുത്ത മോഡ്യൂളിൽ ഇമോഷൻ മാനേജ്മെന്റ് നമ്മൾ പരിശീലിക്കും. ഈ ചിത്രം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചിത്രം. ഇതല്ലേ നമ്മുടെ അവസ്ഥ എന്ന് പലപ്പോഴും തോന്നാറ്. LKGയുടെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് നോക്കുന്ന ഒരു LKGക്കാരിയെ, അതിൻ്റെ ഒരു എക്സ്പ്രഷൻ നോക്ക്, അതിൻ്റെ ഒരു മുഖത്തുള്ള സ്ട്രെസ് നോക്ക്. ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പൊ LKG മുതൽ തുടങ്ങുന്ന സ്ട്രെസ് ജീവിതകാലം മുഴുവൻ കൂടെയുണ്ട്. ഇത് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമുക്കൊരു ടൂൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാം. നമുക്ക് ഈ മോഡ്യൂളിന്റെ ആദ്യ ഭാഗത്ത് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് നമുക്കൊന്ന് അളന്നു നോക്കാം. നമ്മുടെ സ്ട്രെസ് നമുക്കൊന്ന് അളന്നു നോക്കാം. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ അളക്കാൻ പോകുന്നത്? ഒരു 25 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരും. ഇതിന് ഓരോ സ്റ്റേറ്റ്മെന്റിനും 5 ഓപ്ഷൻ തരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് വൈകുന്നേരം ഞാൻ കുടിച്ച ചായ. ഇതേപ്പറ്റി 5 സ്റ്റേറ്റ്മെന്റ് താഴെ പറയാം, 5 ഓപ്ഷൻസ് പറയാം. വളരെ മോശം, മോശം, നല്ലതോ മോശമോ അല്ല, നല്ലത്, വളരെ നല്ലത്. എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് അടയാളപ്പെടുത്താലോ? ഇതുപോലെയാണ് നിങ്ങൾ അടയാളപ്പെടുത്തുക. റെഡിയല്ലേ? നിങ്ങൾ പേനയും പേപ്പറും എടുക്കുക, റെഡിയാവുക. ഓരോ സ്റ്റേറ്റ്മെന്റും ഞാൻ വായിക്കാം, എന്നിട്ട് നമുക്ക് സ്കോർ ചെയ്തു ആൻസർ ചെയ്തു. ഇത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചൊരു ടെസ്റ്റാണ്. ഒരു ആധികാരിക ടെസ്റ്റിന് ആൻസർ ചെയ്തുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒന്ന്, ഒരുപാട് ആലോചിച്ച് ഉത്തരം എഴുതരുത്. എന്താണോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തരുന്നത് അത് എഴുതുക. 2, ഇത് നമ്മളെ മനസ്സിലാക്കി മാറ്റം വരുത്താനുള്ള ടെസ്റ്റാണ്. മറ്റുള്ളവരോട് പറയാനോ കൊടുക്കാനോ അറിയിക്കാനോ ഉള്ളതല്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ട് നമുക്ക് ചെയ്യാം. ഒരാളോടും പറയേണ്ട റിസൾട്ട് അല്ല, പക്ഷെ നമുക്ക് നമ്മളെപ്പറ്റി ഒരു ചിത്രം കിട്ടട്ടെ. അപ്പോഴല്ലേ ഇതിൻ്റെ ബാക്കി പറയുന്ന ടെക്നിക്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റും. റെഡിയല്ലേ? പേന, പേപ്പർ, കൂളാവ്, സ്ട്രെസ് ഒന്നും വേണ്ട. വളരെ ശാന്തമായിട്ട് ആൻസർ ചെയ്യുക, ഒന്നും സംഭവിക്കില്ല. ആദ്യ സ്റ്റേറ്റ്മെന്റ്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വിലയിരുത്തും. നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുന്നത് വളരെ മോശം, മോശം, നല്ലതോ മോശമോ അല്ല, നല്ലത്, വളരെ നല്ലത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാർക്ക് ചെയ്യുക. 2, ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്താൽ നിങ്ങൾക്ക് വായിച്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വായിച്ചു പോകുന്നു. എൻ്റെ ഉറക്കത്തെക്കുറിച്ച് വളരെ മോശം, മോശം, നല്ലതോ മോശമോ അല്ല, നല്ലത്, വളരെ നല്ലത്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഉറക്കത്തിൽ ലഭിക്കുന്ന സംതൃപ്തി, വളരെ സംതൃപ്തി, അസംതൃപ്തി, സംതൃപ്തിയോ അസംതൃപ്തിയോ ഇല്ല, സംതൃപ്തി, വളരെ സംതൃപ്തി. ഏതാ നിങ്ങൾക്ക് യോജിക്കുന്നത് അതെഴുതുക. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞാൻ ക്ഷീണിക്കാറുണ്ട്. ഒരിക്കലുമില്ല, കുറച്ചൊക്കെ, മിതമായി, മിക്കപ്പോഴും, എല്ലായ്പ്പോഴും. 5, ലഭ്യമായ ഭൗതിക സൗകര്യങ്ങളെക്കുറിച്ച്, എനിക്ക് ലഭ്യമായ ഭൗതിക സൗകര്യങ്ങളെക്കുറിച്ച് വളരെ അസംതൃപ്തിയാണ്, അസംതൃപ്തിയാണ്, സംതൃപ്തിയോ അസംതൃപ്തിയോ ഇല്ല, സംതൃപ്തി, വളരെ സംതൃപ്തി. 6, മാനസികമായ തളർച്ച എന്നെ വിഷമിപ്പിക്കാറുണ്ട്. ഒരിക്കലുമില്ല, കുറച്ചൊക്കെ, മിതമായി, മിക്കപ്പോഴും, എല്ലായ്പ്പോഴും. 7, ശാരീരിക വേദന എന്നെ വിഷമിപ്പിക്കാറുണ്ട്. ഒരിക്കലുമില്ല, കുറച്ചൊക്കെ, മിതമായി, മിക്കപ്പോഴും, എല്ലായ്പ്പോഴും. ഏതാണോ നിങ്ങൾക്ക് ബാധകം എഴുതുക. 8, അസ്വസ്ഥതയെപ്പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. അസ്വസ്ഥതയെ പറ്റിയാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ഒട്ടും തന്നെ ഇല്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം.
9. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ശാരീരിക വേദന തടസ്സപ്പെടുത്തും. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ശാരീരിക വേദന തടസ്സപ്പെടുത്തും. ഒട്ടും തന്നെയില്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം. 10. ജീവിതത്തെക്കുറിച്ചുള്ള സംതൃപ്തി. വളരെ അസംതൃപ്തി, അസംതൃപ്തി, സംതൃപ്തിയോ അസംതൃപ്തിയോ ഇല്ല, സംതൃപ്തി, വളരെ സംതൃപ്തി. 11. ശാരീരികമോ മാനസികമോ ആയ വേദന താങ്ങാൻ എനിക്ക് പ്രയാസമുണ്ട്. ഒട്ടും തന്നെയില്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം. 12. എൻ്റെ ഓർമ്മശക്തി വളരെ മോശം, മോശം, നല്ലതോ മോശമോ അല്ല, നല്ലത്, വളരെ നല്ലത്. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? പതിമൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിൽ എനിക്ക് വളരെ അസംതൃപ്തിയാണുള്ളത്. അസംതൃപ്തി, സംതൃപ്തിയോ അസംതൃപ്തിയോ ഇല്ല, സംതൃപ്തി, വളരെ സംതൃപ്തി. 14. എനിക്ക് എന്നിലുള്ള സംതൃപ്തി വളരെ അസംതൃപ്തിയാണ്, അസംതൃപ്തിയാണ്, സംതൃപ്തിയോ അസംതൃപ്തിയോ ഇല്ല, സംതൃപ്തി, വളരെ അസംതൃപ്തി. 15ാമത്തെ സ്റ്റേറ്റ്മെന്റ്. എൻ്റെ ആരോഗ്യനിലയിൽ എനിക്കുള്ള സംതൃപ്തി വളരെ അസംതൃപ്തിയാണ്, അസംതൃപ്തിയാണ്, സംതൃപ്തിയോ അസംതൃപ്തിയോ ഇല്ല, സംതൃപ്തി, വളരെ സംതൃപ്തി. 16. ദുഃഖം, നിരാശ, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ വികാരങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. ഒരിക്കലുമില്ല, കുറച്ചൊക്കെ, മിതമായി, മിക്കപ്പോഴും, എല്ലായ്പ്പോഴും. 17. ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എൻ്റെ കഴിവ് ഒട്ടും തന്നെയില്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം. 18. ഭാവി ജീവിതത്തെക്കുറിച്ച് ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്, നല്ല വിശ്വാസിയാണ് ഭാവി ജീവിതത്തെക്കുറിച്ച്. ഒട്ടും തന്നെയില്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം. 19. എനിക്ക് ചില ദുഃഖങ്ങളുണ്ട്. ഒട്ടും തന്നെയില്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം. 20. വിഷാദം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. വിഷാദം എന്ന് പറഞ്ഞാൽ സങ്കടം, ഡിപ്രഷൻ, സങ്കടം എന്നുള്ള അർത്ഥം. എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഒട്ടും തന്നെയില്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം. 21. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഒട്ടും തന്നെയില്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം. 22. ജോലി ചെയ്യാനുള്ള എൻ്റെ കഴിവ് വളരെ മോശം, മോശം, നല്ലതോ മോശമോ അല്ല, നല്ലത്, വളരെ നല്ലത്. 23. ഞാൻ നിസ്സാര രോഗങ്ങൾക്കും മരുന്നിനെ ആശ്രയിക്കുന്നു. ചെറിയ രോഗമാണെങ്കിൽ പോലും മരുന്നിനെ ആശ്രയിക്കും. ഒട്ടും തന്നെയില്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം. 24. ദൈനംദിന പ്രവർത്തികൾ യഥാസമയത്ത് ചെയ്യാൻ കഴിയുന്നു. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യാൻ പറ്റുന്നു. ഒട്ടും തന്നെയില്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം. 25. അവസാന സ്റ്റേറ്റ്മെന്റ്. എൻ്റെ സ്വന്തം വിശ്വാസങ്ങൾ ജീവിതത്തിൽ അർത്ഥവത്താണ്. ഞാൻ കൊണ്ടുനടക്കുന്ന വിശ്വാസങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്താണ്. ഒട്ടും തന്നെയില്ല, കുറച്ചൊക്കെ, മിതമായി, അധികം, വളരെയധികം. ഇതാണ് 25 സ്റ്റേറ്റ്മെന്റുകൾ. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ സ്ട്രെസ് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ്. ഇതിന്റെ സ്കോറിങ്ങിലേക്ക് പോകാം. സ്കോറിംഗ് ഇതെങ്ങനെയാണ് മാർക്ക് ഇടേണ്ടത്? 2 രീതിയിലാണ് ഇത് സ്കോർ ചെയ്യുന്നത്. ആദ്യം ഈ നമ്പറിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ ഉത്തരങ്ങൾ സ്കോർ ചെയ്യുക. 4, 6, 7, 8, 9, 11, 16, 19, 20, 21. ഇതിന് മാർക്ക് ഇടേണ്ടത് നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 5 മാർക്ക്, രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 4 മാർക്ക്, മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 3 മാർക്ക്, നാലാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 2 മാർക്ക്, അഞ്ചാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 1 മാർക്ക്. ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുക്കാം. ഇതാണല്ലോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കാറുണ്ട്. ഒരിക്കലും ഇല്ല എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതിയതെങ്കിൽ 5 സ്കോർ, കുറച്ചൊക്കെയാണെങ്കിൽ 4 സ്കോർ,
മിതമായിട്ടാണെങ്കിൽ 3 സ്കോർ, മിക്കപ്പോഴുമാണെങ്കിൽ 2 സ്കോർ, എല്ലായ്പ്പോഴുമാണെങ്കിൽ 1 സ്കോർ. ഇങ്ങനെ 4, 6, 7, 8, 9 ഈ പാറ്റേണിൽ സ്കോർ ചെയ്യും. വേഗത്തിൽ ചെയ്തോളൂ. ഇത് ചെയ്തതിന് ശേഷമാണ് ബാക്കി റെസ്പോൺസുകൾക്ക് സ്കോർ ചെയ്യുക. അതിങ്ങനെ 1, 2, 3, 5, 10 തുടങ്ങിയവക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ഉത്തരം എഴുതിയെങ്കിൽ 1 സ്കോർ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് 2 സ്കോർ, ഒന്നാമത്തെ ഓപ്ഷനാണ് 1 സ്കോർ, രണ്ടാമത്തെ ഓപ്ഷനാണ് 2 സ്കോർ, മൂന്നാമത്തെ ഓപ്ഷനാണ് 3 സ്കോർ, നാലാമത്തെ ഓപ്ഷനാണ് 4 സ്കോർ, അഞ്ചാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 5 സ്കോർ. ഒരു ഉദാഹരണം നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇതാണല്ലോ ഒന്നാമത്തത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വിലയിരുത്തുന്നത് വളരെ മോശം എന്നാണ് 1 സ്കോർ, മോശം എന്നാണെങ്കിൽ 2 സ്കോർ, നല്ലതോ മോശമോ അല്ലെങ്കിൽ 3, നല്ലതാണെങ്കിൽ 4, വളരെ നല്ലതാണെങ്കിൽ 5. ഈ രീതിയിൽ ഈ പറയുന്ന നമ്പറുകളുടെ ഉത്തരങ്ങൾക്ക് സ്കോർ കൊടുക്കും. ഇപ്പൊ 2 രീതിയിൽ നമ്മൾ സ്കോർ കൊടുക്കും. ഇനി നമ്മൾ പോകുന്നത് അനാലിസിസ്. നിങ്ങൾക്ക് കിട്ടിയ സ്കോർ നമുക്കൊന്ന് വിലയിരുത്താം. ഇത് മറ്റാരോടും പറയാനല്ല, നമുക്ക് വിലയിരുത്താൻ. നിങ്ങൾക്ക് കിട്ടിയ സ്കോർ ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ കിട്ടിയത് 26-ന് താഴെയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി കൂട്ടണം കേട്ടോ. ഈ ഒന്നാമത്തെ കോളത്തിലുള്ള കിട്ടിയ 4, 6, 7, 8, 9 മുതൽ 23 വരെയുള്ളതിന് നിങ്ങൾക്ക് കിട്ടിയ സ്കോറും 1 മുതൽ 1, 2, 3 അങ്ങനെ 25 വരെ ഈ ഭാഗത്തിനുള്ള സ്കോറും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 26-ൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ സ്ട്രെസ് ഉണ്ട്, നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ട്, സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടതുണ്ട്, സ്ട്രെസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. ഇനി നിങ്ങൾക്ക് കിട്ടിയ സ്കോർ 26-നും 49-നും ഇടക്കാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം സ്ട്രെസ് ഉണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ള സ്ട്രെസ്. മൈൻഡ് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്, സ്ട്രെസ് കൂടുതലാണ് എന്നർത്ഥം. ഇനി നിങ്ങൾക്ക് കിട്ടിയ സ്കോർ 50-നും 74-നും ഇടക്കാണെങ്കിൽ ചെറിയ സ്ട്രെസ് നിങ്ങൾക്കുണ്ട്. ഈ ചെറിയ സ്ട്രെസ് നമ്മൾ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മോഡറേറ്റും എക്സ്ട്രീം ഒക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് അതും മാനേജ് ചെയ്യേണ്ടത്. ഇനി 75-നും 99-നും ഇടക്കാണ് നിങ്ങളെ സ്കോറെങ്കിൽ നിങ്ങൾ വല്ലാതെ ബേജാറാവേണ്ടതില്ല, ആക്സെപ്റ്റബിൾ ആണ്. നമ്മൾ ഓക്കെ ആയിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നർത്ഥം. ഇനി 100 മുതൽ 125 വരെയാണെങ്കിൽ യൂസ്ട്രെസ് ആണ്. യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെസ് എന്നർത്ഥം, ആവശ്യമുള്ള സ്ട്രെസ്, പോസിറ്റീവായ സ്ട്രെസ് എന്നർത്ഥം. ഒരു 100-നും 125-നും ഇടക്കാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ നിങ്ങളൊരു കാര്യം ഏറ്റെടുത്താൽ വേണ്ട പോലെ പ്രിപ്പയർ ചെയ്യും, വേണ്ട പോലെ തയ്യാറാവും, വേണ്ട പോലെ നിങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കും, എന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യും. അതിൻ്റെ ഗുണം നിങ്ങൾ ആസ്വദിക്കും. എന്താ യൂസ്ട്രെസ് എന്നുള്ളതൊക്കെ നമ്മൾ വരും വീഡിയോസിൽ കൃത്യമായിട്ട് പറയുന്നത്. എവിടെയാണ് നിങ്ങളുടെ സ്കോർ നോക്കുക. ഈ അവസാനം പറഞ്ഞ അക്സെപ്റ്റബിളും യൂസ്ട്രെസ്സും ആണെങ്കിൽ ഓക്കെ, മറ്റെവിടെയാണെങ്കിലും നമ്മൾ സ്ട്രെസ് കുറയ്ക്കേണ്ടതുണ്ട്, മാനേജ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ യൂസ്ട്രെസ്സിലേക്കാണ് ശരിക്കും എത്തിച്ചേരുന്നത്. ഇതാണ് ടെസ്റ്റിന്റെ റിസൾട്ട്. ഇത്രയുമാണ് ആദ്യ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്, പരിഗണിക്കുന്നത്. വരും വീഡിയോസിൽ ഇപ്പൊ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ, ഇത് മാനേജ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ വരും വീഡിയോസിൽ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമായി. അപ്പൊ ഈ ടെസ്റ്റൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്കോറൊക്കെ റെഡിയാക്കി വെക്കുക. എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം, പരിശീലിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.